ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അവരുടെ കല്യാണത്തിന് നീ മുടക്കു വർത്തമാനമാണ് പറയാൻ പോകുന്നതെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. കുഞ്ഞോളോടല്ല, നിന്റെ ഭർത്താവിനോടും മക്കളോടും. പക്ഷേ സമയം കൂടുന്തോറും എനിക്ക് ടെൻഷൻ കൂടുന്ന പോലെ. അതുകൊണ്ട് ഇനി ആ ടെൻഷനും കൂടെ നടക്കാൻ വയ്യ. ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്ന ആ ദിവസം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. സാറിന് എന്തും എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണേലും ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ സാറിന് എന്റെ മുഖത്ത് നോക്കി പറയാം. അതെ, ആ കാര്യം പറയാൻ ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ നമ്മളെ രണ്ടുപേരും മാറി നിന്ന് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമല്ല അത്. എന്റെ അമ്മയെ, അച്ഛനെ, അനിയനെ, അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സാക്ഷി നിർത്തി വേണം എനിക്കിത് തന്നോട് പറയാൻ. അത് കേട്ട് താൻ സർപ്രൈസ് ആവുന്നത് എല്ലാവരും കാണണം. അതാ എന്റെ ആഗ്രഹം. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് പോകാം, ചിലയിടത്ത് ചാരം. മനസ്സിലായില്ലേ? ഇവിടെ എന്താ നടക്കുന്നെന്ന്? ഇവിടെ എന്താ നടക്കുന്നെന്ന് ഏട്ടൻ അറിയില്ലേ? ഞാൻ പറയുന്നത് അർജുന്റെ കാര്യമാ. കുറെ നേരമായി അവരും ഏതോ ഒരു പെണ്ണും കൂടി മാറി നിന്ന് സംസാരം തുടങ്ങിയിട്ട്. ആരാണവള്? അത് അവന്റെ എയർലൈൻസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാ. ഏത് കുട്ടിയായാലും അതൊന്നും ശരിയല്ലെന്ന് അവനോട് പറയണം. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ട് പറയുകയല്ല, നമ്മുടെ നാട്ടുകാരാണെങ്കിലും ദേ മുഴുവൻ തെണ്ടികളാ. ബന്ധുക്കൾ ചെറ്റകളാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ അതിന്റെ നാണക്കേട് എന്റെ മോൾക്കാ. അവരുടെ വിവാഹം നടക്കുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. എന്റെ മോനെ, എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഏട്ടനില്ലെങ്കിൽ അനസൂയക്ക് വേറൊരു ബന്ധം നോക്ക്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ? അർജുന് അനസൂയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് താല്പര്യമില്ലേ? അത് ഞാൻ അങ്ങോട്ട് ഏട്ടനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ മറുപടി പറഞ്ഞാൽ മതി. അവരുടെ കല്യാണത്തിന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ 16 കൂട്ടം കറികളും 4 തരം പായസവും വെച്ച് നല്ല ആർഭാടമായിട്ട് തന്നെ നമുക്ക് കളറാക്കാം. ഇനി അവരുടെ കല്യാണത്തിന് നീ മുടക്കു വർത്തമാനമാണ് പറയാൻ പോകുന്നതെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. കുഞ്ഞോളോടല്ല, നിന്റെ ഭർത്താവിനോടും മക്കളോടും. നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാ അല്ലേ? പരസ്യം കൊള്ളാല്ലേ? 30ാം വിവാഹ വാർഷികത്തിൽ തന്നെ നിന്റെ ഇനിയുള്ള ജീവിതം നശിപ്പിക്കണ കുഞ്ഞോളെ. ഇനി നീ പറ, നിന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് താല്പര്യമാണോ അല്ലയോ? പറയ്. മൗനം സമ്മതം. എനിക്കറിയാൻ താല്പര്യമാണെന്ന്. അപ്പോ നമ്മളങ്ങ് ഉറപ്പിച്ചു. ഇനി വാ, നമുക്ക് വല്ലതും കഴിക്കാം. തണുത്തു പോയ പിന്നെ ആഹാരം കൊള്ളത്തില്ല. വാന്ന്. മോളുടെ പാട്ട് നന്നായിരുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും
നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. ഇന്നത്തെ എന്റെ പാട്ട് നന്നായെങ്കിൽ അതിന്റെ പകുതി അഭിനന്ദനം സാറിന്റെ മകൻ മഹി കൂടി പാടിയതുകൊണ്ട്. അവൻ പണ്ട് മുതലേ നന്നായിട്ട് പാടും. അതറിയാവുന്നോണ്ടാ ഞാൻ വിളിച്ച് കയറ്റിയത്. അല്ല, ചന്ദ്രലേഖ എന്താ വിഷമിച്ച് നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ മനസ്സല്ലേ, മക്കളുടെ ഒക്കെ കാര്യങ്ങൾ ഓർക്കുമ്പം അമ്മമാരുടെ കണ്ണ് നിറയുന്നത് സ്വാഭാവികമല്ലേ. നിങ്ങളിവിടെ എത്തി ആണോ? ആ, ഒരു അരമണിക്കൂർ എന്തായാലും ആവൂടാ. നിങ്ങൾ വന്നിട്ട് വിളിച്ചാൽ മതി. ആ അതെ, അവരെ ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് തന്നെയാ നല്ലതമ്മേ. അച്ഛനെ വിളിച്ച് കാര്യം പറയാം. എന്നിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോവാം. എത്രയെന്ന് കരുതിയ തീയതിന്ന് ഇവിടെ തന്നെ കഴിയുന്നേ. നമുക്ക് പോയി ഫോൺ എടുത്ത് അച്ഛനെ ഒന്ന് വിളിക്കാം. അമ്മ വാ. എടാ ഞാൻ വിളിക്കാമേ. അതെ, താഴെ എങ്ങോട്ട് പോന്നു? ഫോൺ വീട്ടിലാ, എടുക്കാൻ മറന്നു. അത് എടുത്തോണ്ട് വരാൻ ഇറങ്ങിയതാ. ഇനി വീട്ടിൽ പോയി ഫോൺ എടുക്കാനൊന്നും സമയമില്ല. ഇതേ പാർട്ടി ഇപ്പൊ കഴിയും. താൻ ഇവിടെ ഇരുന്ന് എനിക്ക് ആ ഗിഫ്റ്റ് ഒന്നും ഉണ്ടാക്കി തന്നേ. ഇനി അധികം സമയമില്ല, പറഞ്ഞേക്കാം. താൻ ഏറ്റതല്ലേ, പ്ലീസ്. അമ്മ വീട്ടിലേക്ക് പോക്കോ, ഞാൻ അങ്ങ് വന്നേക്കാം. അമ്മ എന്തിനാ പറഞ്ഞു വിടുന്നത്? നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മയ്ക്ക് ചെറിയ തലവേദന, കുറച്ചു നേരം കിടന്നാ മാറും. അമ്മ ചെല്ല്. സാറിനെന്താ ഒരു കൺഫ്യൂഷൻ പോലെ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്രയും നേരം. ഇപ്പൊ അത് മാറി. താൻ വാ. ഹലോ everybody. ഈ സമയത്ത് ഞാൻ എന്താ നിങ്ങളോട് പറയാൻ പോകുന്നതാവും നിങ്ങളൊക്കെ ആലോചിക്കുന്നത്.